തെരുവിളക്കുകളുടെ അറ്റകുറ്റപ്പണികൾ വൈകുന്നതിനെ ചൊല്ലി നഗരസഭാ കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. മഴക്കാലമായിട്ടും പൊന്നാനി ഇരുട്ടിലാണെന്നും തെരുവിളക്കുകളുടെ അറ്റകുറ്റപ്പണികൾ നഗരസഭ മനഃപൂർവ്വം വൈകിക്കുകയാണെന്നും പ്രതിപക്ഷം ആരോപിച്ചു. ഇന്ന് നമ്മൾ നിൽക്കുന്നത് ആഗസ്റ്റ് മാസം 1-ാം തീയതിയാണ്. ഇതുവരെ ടെൻഡർ നടപടികളുമായി മുന്നോട്ട് പോയിട്ടില്ല. അതിൽ പ്രധാനമായി പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് കൗൺസിൽ ചേരുന്നത് 11/7/2024 ആ കൗൺസിൽ അംഗീകരിച്ച സെലക്ഷൻ നോട്ടീസ് അയക്കാൻ 9 ദിവസം വേണ്ടി വന്നു. ഈ നഗരസഭയ്ക്ക് അടിയന്തര പ്രാധാന്യത്തോടു കൂടി ചെയ്യേണ്ട ഒരു പ്രവൃത്തി 9 ദിവസം വൈകിപ്പിച്ചുകൊണ്ടാണ് നോട്ടീസ് അയക്കുന്നത്. ആ നോട്ടീസ് പോസ്റ്റ് വഴിയോ മെയിൽ വഴിയോ അയച്ചിട്ടില്ല. ആ കമ്പനിയുടെ യുണൈറ്റഡ് എനർജി എന്ന് പറയുന്ന കമ്പനിയുടെ അക്കൗണ്ട് മെയിലിലേക്കോ അവരുടെ അഡ്രസ്സിലേക്കോ അത് അയക്കാതെ നഗരസഭ വാട്സപ്പ് മുഖാന്തരം അയക്കുന്നത് 28/7/2024 4 ദിവസം മുമ്പാണ് ആ കരാറുകാരന് സെലക്ഷൻ നോട്ടീസ് പോലും കിട്ടുന്നത്. ഒരു ടെൻഡറിന്റെ ഏറ്റവും സുപ്രധാനമായ കാര്യമാണ് ടെൻഡർ എടുത്തു കഴിഞ്ഞാൽ സെലക്ഷൻ നോട്ടീസ് കൊടുക്കുക എന്ന് പറയുന്നത്. വേണമെന്ന് കരുതി വൈകിപ്പിക്കുകയാണ്. അതിന് ഹേതുവായ ഒരുപാട് കാരണങ്ങളുണ്ട്. ഈ നഗരസഭയുടെ അഴിമതിയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ടുള്ളത്. കാരണം ഇവർ ഉദ്ദേശിച്ച കമ്പനിക്ക് ടെൻഡർ ലഭിച്ചില്ല. അതുകൊണ്ട് നിലവിലുള്ള കരാറുകാരനെ പിൻവലിക്കാൻ, ഏറ്റവും കുറവ് കോട്ട് ചെയ്ത കരാറുകാരനെ പിൻവലിക്കാനുള്ള സമീപനമാണ് ഇവിടെ ചെയർമാൻ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ടെൻഡറിലുണ്ടായ സാങ്കേതിക പ്രശ്നം മൂലമാണ് അറ്റകുറ്റപ്പണികൾ വൈകാനിടയാക്കിയതെന്ന് നഗരസഭാ ചെയർമാൻ പറഞ്ഞു. ഓഗസ്റ്റ് മാസം 4-ാം തീയതി ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി തെരുവിളക്കുകളുടെ അറ്റകുറ്റപ്പണികൾ ആരംഭിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം പറഞ്ഞു. കൃത്യമായി കഴിഞ്ഞ കൗൺസിലിൽ ഈ തെരുവിളക്കുകളുടെ അറ്റകുറ്റപ്പണി സംബന്ധിച്ചിട്ടുള്ള ടെൻഡർ ഏറ്റെടുത്ത കരാറുകാരൻ എന്തുകൊണ്ടാണ് അത് ചെയ്യാത്തത് എന്ന ചോദ്യത്തിന് മറുപടിയായിട്ട് തന്നെ ഈ ആഗസ്റ്റ് മാസം 4-ാം തീയതി അഗ്രിമെൻ്റ് വെച്ച് പ്രവർത്തനം ആരംഭിക്കുമെന്നാണ് അന്ന് കരാറുകാരൻ അറിയിച്ചിട്ടുള്ളത്. ഇത് കഴിഞ്ഞ കൗൺസിലിലെ വിഷയം നമ്മളത് പറഞ്ഞ് അതിനുള്ള സാവകാശം അതിലെന്ത് പറഞ്ഞാൽ ടെൻഡർ ക്ഷണിക്കുമ്പോൾ 70-യും പൊന്നാനി നഗരസഭയും ടോട്ടൽ എണ്ണം സ്ട്രീറ്റ് ലൈറ്റുകളുടെ എണ്ണത്തിൽ ചെറിയ മാറ്റം വരികയാണ് ഉണ്ടായത്. അത് പുനർ ടെൻഡർ ചെയ്ത് വീണ്ടും ടെൻഡർ ക്ഷണിക്കുകയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ടെൻഡറിലുണ്ടായ ചില സാങ്കേതികമായ പ്രയാസങ്ങൾ നമ്മൾ ഉദ്ദേശിച്ച സമയത്തിനകം തന്നെ അത് പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ വിഷയം അതല്ല. ഇന്നത്തെ പ്രതിപക്ഷത്തിൻ്റെ ബഹളം വയ്ക്കൽ അടിസ്ഥാനരഹിതമായിട്ടുള്ള അല്ലാതെ വസ്തുതകൾ മനസ്സിലാക്കിക്കൊണ്ട് ബോധപൂർവം നടത്തുന്ന ഒരു പ്രകടനമായിട്ടാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. ഒന്ന്, മുൻകൂട്ടി തന്നെ സ്ട്രീറ്റ് ലൈറ്റിനെ സംബന്ധിച്ചുള്ള പ്ലക്കാർഡുകൾ തയ്യാറാക്കി ഈ ഒരു വിഷയം ഈ ഒരു കൗൺസിൽ ഓരോ കൗൺസിലും ഓരോ വിഷയങ്ങൾ പ്ലക്കാർഡുകൾ തയ്യാറാക്കി സമരം ചെയ്യുന്ന ഒരു തുടർനാടക പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഇന്ന് അവരത് നടത്തിയിട്ടുള്ളത്. എന്തായാലും സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വിഷയത്തിൽ സജീവമായി തന്നെ നമ്മൾ നഗരസഭാ ഭരണസമിതി ഗൗരവത്തോടു കൂടി തന്നെ ഇടപെട്ടിട്ടുണ്ട്. ഈ 4-ാം തീയതി മുതൽ അതിന് പ്രവർത്തനം ആരംഭിക്കും.